Let's welcome Jayaraj Century. ഹായ് പിഷു. ഹായ് ജയരാട്ടാ. നമസ്കാരം. ജയരാട്ടൻ നമ്മുടെ ലീഡർ കെ കരുണാകരൻ സാറിന്റെ അപരനായിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ലീഡർ സാറിനെ പിന്നീട് അനുകരിച്ചിട്ടുള്ള ഒരുപാട് പേര് അനുകരിച്ചത് സത്യത്തിൽ ജയരാജേട്ടനെയാണ്. ലീഡറെ കണ്ട് അനുകരിച്ചിട്ടുള്ളതല്ല. ഞാൻ കേട്ടിട്ടുള്ളത് ജയരാട്ടൻ ആലുവയിൽ ഒരു കാസറ്റ് കട ഉണ്ടായിരുന്നു എന്നും അവിടെ ഇങ്ങനെ നല്ല പാട്ടുകൾ ജംഗ്ഷനിൽ ബസ് കയറാൻ വന്ന് നിൽക്കുമ്പോൾ വെച്ചു കൊടുക്കുമായിരുന്നു എന്നുള്ളൊരു പ്രണയഗാനങ്ങളാണ് ഇങ്ങനെ. ബാക്കിയുള്ളവർ വരുമ്പോ ചിക്കുപുക്ക് റെയിലൊക്കെ ഇട്ട് കൊടുക്കും. അതൊരു പ്രണയമല്ലല്ലോ. ഓരോരുത്തർ വരുമ്പോ ഓരോരോ പ്രണയഗാനം. അതായത് ആ ജംഗ്ഷനിൽ മാത്രം ആൾക്കനുസരിച്ചുള്ള DJ ആയിരുന്നു പുള്ളിയുടെ കാസറ്റ് കട. ആരവിടെ വന്ന് നിൽക്കുന്നോ അയാൾക്ക് പറ്റുന്ന ഇണക്കത്തിലുള്ള പാട്ടുകൾ ഇവിടെ വെച്ച് കൊടുക്കുന്ന ഒരു സർവീസ് ആയിരുന്നു. നിങ്ങളൊന്നിച്ച് ഷോസ് ഏതാണ് ചെയ്തിട്ടുള്ളത്? ആദ്യകാലത്ത് ഞങ്ങൾ ഒന്നിച്ച് സിനിമയിൽ ചെയ്തു. അതിനുശേഷം പിന്നീട് സ്റ്റേജ് പ്രോഗ്രാമുകൾ, നാദൃഷികയുടെ ട്രൂപ്പ്, യൂണിവേഴ്സൽ, അതുപോലെ നമ്മൾ പുറത്തു പോയിട്ടുണ്ട് പ്രോഗ്രാമിന്. എത്രയോ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഈ ശബ്ദം രൂപത്തെ അംഗീകരിക്കുക എന്ന് പറയില്ലേ. ഒരു ശബ്ദം ഡിറ്റോ ആണെന്നുണ്ടെങ്കിൽ രൂപം ജനങ്ങൾ മറന്നിട്ട് പാസ്സാക്കി വിടും. കാരണം കെ കരുണാകരൻ സാറിന്റെ രൂപമില്ല, പക്ഷെ ആ ശബ്ദം കേട്ട് 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 അത് അംഗീകരിച്ചു. ഈ സെല്ലുലോയിഡ് എന്ന് പറയുന്ന പടം, അത് ശരിക്കും മലയാളത്തിലെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായ കഥയാണത് പറയുന്നത്. അതിൽ ജെസി ഡാനിയലായിട്ട് പൃഥ്വിരാജ് അഭിനയിക്കുമ്പോൾ ഒപ്പമുള്ള ആളായി അഭിനയിക്കാൻ കമൽ സാറ് രൂപം കൊണ്ടും സാദൃശ്യം കൊണ്ടും ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് ചെന്ന് കണ്ടെത്തിയത് ജയരാജേട്ടനാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിന് വേണ്ടി മൈസൂർ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുപാട് ദിവസം ഒന്നിച്ച് ഞാനും ജയരാജനും ഒരു മുറിയിലാണ് അതിൻ്റെ ഷൂട്ടിങ്ങിന് താമസിച്ചുകൊണ്ടിരുന്നത്. അതൊരു വലിയ ഓർമ്മയാണ്. ഇന്ന് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമയിലൊക്കെ ജയരാജേട്ടനുണ്ട്. ജയരാജന്റെ ഒരു വേഷപ്പകർച്ച വളരെ വലുതാണ്. ജയരാജൻ വേഷം കിട്ടി വന്നു കഴിഞ്ഞിട്ട് ഈ വേഷം അഴിച്ചു വെച്ചിട്ട് അപ്പൊ പോകുമ്പോൾ അത്രയും നേരം ചായ കൊടുത്ത ആൾ പോലും ജയരാജന് ചായ കൊടുക്കില്ല, വേറെ ആളാന്ന് പറഞ്ഞു. അത്രയും വേഷപ്പകർച്ചയിൽ വന്നു നിന്നിട്ടാണ് ജയരാജൻ ഓരോ വേഷങ്ങളും ചെയ്യുന്നത്, കായംകുളം കൊച്ചുണ്ണിയിലൊക്കെ ചെയ്യുന്നത്. സിനിമയിലേക്ക് വരാനുള്ള മെയിൻ സംഭവം എന്നുകൊണ്ട് നമ്മൾ സിനിമാല ചെയ്തുകൊണ്ടാണ്. അതെ, ജയരാജൻ ഒരുപാട് ശബ്ദങ്ങൾ, വളരെ പുതുമയാർന്ന ശബ്ദങ്ങൾ അനുകരിച്ചിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് അനുകരിച്ചിട്ടുള്ള ഒരാളാണ്. പന്ത്രണ്ട് നടന്മാരുടെ ശബ്ദം ഞാൻ എടുത്തിട്ടുള്ളതാണ്, ഒരുപാട് പ്രാവശ്യം എടുത്തിട്ടുള്ളതാണ്. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും, ഇവിടെ അങ്ങനെ വൺസ് അപ്പോൺ എ ടൈം അല്ലേ. അപ്പൊ അതുകൊണ്ട് ചെയ്യാം. മധുസാറിന്റെ ഏതൊരു സീരിയലിന്റെ എപ്പിസോഡ് ഇവിടെ ഡബ്ബിങ് കഴിഞ്ഞ് പോയിട്ട് അവിടെ ചെന്നപ്പോൾ 3 ഡയലോഗില്ല, മാഞ്ഞു പോയ സാധനം. അപ്പം സാറിനോട് പറഞ്ഞു ഇനി വന്ന് എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല സമയമില്ല. പുള്ളി വേറെ എവിടെയോ പോവുകയാണ്, ആരെങ്കിലും മ്യൂക്രിക്കാരോ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ സിറാക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ ഇന്ന ഒരു സംഭവം പോയി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ അവിടെ നിന്ന് കലൂര് വന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സീനൊന്നും ഇടുന്നു. ഞാൻ ചുമ്മാ വെറുതെ ചെയ്തു. ആ ചേട്ടാ ഓക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്തിട്ടില്ല. അല്ല അത് മതി. അപ്പം ഞാൻ ചെയ്യാം. മണിമംഗലത്ത് മാസമെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പഴയൊരു ബ്രിട്ടീഷ് സമരസേനാനിയായിരുന്നു എൻ്റെ അച്ഛൻ. കൺമുമ്പ് വെച്ച് ബ്രിട്ടീഷുകാരെ വെടിയേറ്റ് മരിച്ചപ്പോഴും എനിക്കൊരു നോക്കി നിൽക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ മക്കളായിട്ട് അങ്ങനെ പെരുമാറിയാൽ എല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കും. ഓർമ്മയിരിക്കട്ടെ, ഇതാണ് എൻ്റെ വഴി. പിന്നെ എന്തൊക്കെയുണ്ട് പക്രു വിശേഷങ്ങൾ? വിശാലടിക്കുന്ന സുഖം തന്നെയല്ലേ? വൺസ് അപ്പോൺ എ ടൈം ഒക്കെ എങ്ങനെ പോകുന്നു? എന്തായാലും നന്നായി പോട്ടെ. കാരണം നിങ്ങൾ രണ്ടൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. വളരെ ഗംഭീരമായിട്ടിരിക്കട്ടെ. സാറിന്റെ വായിന്നത് കേൾക്കാൻ പറ്റിയത് ഞങ്ങളുടെ വലിയ ഭാഗ്യം സാർ. താങ്ക് യു. ചേട്ടാ കിടുക്കാച്ചി. താങ്ക് യു.